ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഫാദർ ജെറിൻ്റെ ചരിത്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ജെറിൻ മാർട്ടിൻ പാലത്തിങ്കൽ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചരിത്രം, ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മിക്കവർക്കും തന്നെ അറിയാത്തൊരു കാര്യമാണിത്. അത് നിങ്ങൾ അറിയിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നി. ബോസ്കോ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി ഇടവകയിൽ തിരുനാൾ ഏറ്റുകഴിക്കുന്ന ഒരു അൽമായൻ, അദ്ദേഹത്തിനുണ്ട് 80 വയസ്സ്. അദ്ദേഹം ബോസ്കോ പിതാവിനെ സമീപിച്ച് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് സഭയുടെ കുർബാന അർപ്പിക്കണം, ഏകീകൃത കുർബാന വേണം. അപ്പം ഈ പ്രശ്നങ്ങൾ എല്ലാം മുൻകൂട്ടി കണ്ട് ബോസ്കോ പിതാവ് പറഞ്ഞു, നിങ്ങൾ മാത്രം ഇങ്ങനെ വന്ന് പറഞ്ഞാൽ, ഞാൻ അനുവാദം തന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ. ആ അൽമായൻ, സഭയെ സ്നേഹിക്കുന്ന മനുഷ്യൻ, കർത്താവിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ തിരിച്ചു പോയി 170 വീട്ടുകാരുള്ളതിൽ 164 വീട്ടുകാരുടെ സമ്മതപത്രം ഒപ്പിട്ട് കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. 170ഓളം വീട്ടുകാരുള്ള ആ ഇടവകയിലെ 164 പേരുടെ വീട്ടുകാരുടെ സമ്മതപത്രം ഒപ്പിട്ട് വന്നു, ഏകീകൃത കുർബാന, സഭയുടെ കുർബാന വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരാണ് എതിർക്കുന്ന? എത്ര പേരുണ്ട്? 6 വീട്ടുകാര്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൊത്തത്തിലുള്ള ചിത്രത്തിന്റെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥയുടെ ഒരു നഖചിത്രമാണ്. 170ഓളം വീടുകളിൽ 164 പേര് ഒപ്പിട്ടു, ഏകീകൃത കുർബാന വേണം, സഭയുടെ കുർബാന വേണം. ഞാൻ നിങ്ങളുടെ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, 96% അൽമായരും സഭയുടെ കൂടെ നിൽക്കാനും സഭയുടെ കുർബാന വേണമെന്നും വാദിക്കുന്നവരാണ്. നമ്മളങ്ങനെ ഒരു സർവേ എടുത്തിട്ടുണ്ട്. ആ സർവേയുടെ റിപ്പോർട്ടൊക്കെ മെത്രാന്മാരുടെ കയ്യിലുണ്ട്, റോമിന്റെ കയ്യിലുമുണ്ട്, വത്തിക്കാന്റെ കയ്യിലുണ്ട്. അതിന് തെളിവാണിത്. 170ഓളം വീട്ടുകാരിൽ 164 വീടുകൾ ഒപ്പിട്ട് നൽകി, ഏകീകൃത കുർബാന വേണം, സഭയുടെ കുർബാന വേണം. 6 വീട്ടുകാർ മാത്രമാണ് എതിർപ്പ്. അപ്പോൾ ബോസ്കോ പിതാവ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജെറിൻ മാർട്ടിൻ പാലത്തിങ്ങനെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഇടവകയിലെ അവസ്ഥ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏകീകൃത കുർബാനയുടെ യോജിപ്പൊന്നുമില്ലെങ്കിലും പിതാവ് എനിക്ക് സ്ഥലം മാറ്റം തന്നാൽ ഞാൻ മാറിപ്പോകാൻ തയ്യാറാണ്. അടുത്തുള്ള തലയോലപ്പുറമ്പോ അവിടെയുള്ള ഒരു സ്കൂളിന്റെ മാനേജരാണ് ഈ ഫാദർ ജെറിൻ. അത് തുടരാം, പൊതി എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പുതിയ വൈദിക മന്ദിരത്തിലേക്ക്, വിശ്രമ മന്ദിരത്തിലേക്ക് എന്നെ മാറ്റുക, സ്കൂളിന്റെ മാനേജറായിട്ട് ഞാൻ തുടരാം, എനിക്ക് സ്ഥലം മാറ്റം തന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാനൊരു കോടതിയിലും പോകില്ല, സ്ഥലം മാറ്റത്തിന് ഞാൻ എതിരല്ല എന്നെല്ലാം ബോസ്കോ പിതാവിന്റെ മുമ്പിൽ സമ്മതിച്ചു ഫാദർ ജെറിൻ. ഈ ഫാദർ ജെറിൻ എന്ന് പറഞ്ഞാൽ ഈ ജോൺ തോട്ടുപുറം 82 വയസ്സുള്ള വൈദികനെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തയാണ്. അങ്ങനെ അദ്ദേഹം പോയി, സ്ഥലം മാറ്റവുമായിട്ട് സ്വീകരിക്കാമെന്നും പറഞ്ഞ് പോയി. സ്ഥലമാറ്റം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഈ അൽമായ മുന്നേറ്റക്കാരിൽ കുറച്ച് പേര്, പിന്നെ ചിലപ്പോൾ 6 വീട്ടുകാരുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഏതായാലും അൽമായ മുന്നേറ്റക്കാർ പിരികേറ്റി ഈ ഫാദർ ജെറിനെ. അപ്പൊ പറഞ്ഞു, ഞാൻ മാറിപ്പോയാൽ പ്രശ്നമാകും, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നമായ. അപ്പോൾ ഇങ്ങനെ മാറി കൊടുക്കാൻ പറ്റുമോ? തോന്നുമ്പോൾ ഇങ്ങനെ ഈ സ്ഥലം മാറ്റമൊക്കെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചർച്ചയെല്ലാം വിളിച്ച് ഏറ്റവും അവസാനം തിരുനാൾ കഴിയുന്നത് വരെ അവിടെ കഴിയാനായിട്ട് അതിനൊക്കെ ഫാദർ ജോൺ തോട്ടുപുറത്ത് അവിടെ നിയമിച്ചു. അദ്ദേഹം എമിരിറ്റസ് ആണ്, പക്ഷേ സഭയുടെ കുർബാന ചൊല്ലുന്ന, ഏകീകൃത കുർബാന ചൊല്ലുന്ന ആളുകളെ കിട്ടണ്ടേ. അപ്പൊ അങ്ങനെ ജോൺ തോട്ടുപുറത്ത് അവിടെ നിയമിച്ചു. എന്നാൽ ഫാദർ ജെറിൻ പറഞ്ഞു, ആ മാറിപ്പോയ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞ് തിരുനാൾ വരെ അവിടെ കഴിയാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി ബോസ്കോ പിതാവ് അത് സമ്മതിച്ചു. അപ്പോഴാണ്, ആ സമയത്താണ് ഇടവക്കാരിൽ ചിലർ കോടതിയിൽ കേസ് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു 2 പേരവിടെ താമസിക്കുന്നു. ജോൺ തോട്ടുപുറത്തെയാണ് വികാരിയായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ, സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതായത് വികാരിയായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ജോൺ തോട്ടുപുറ അച്ഛനാണ്. എന്നാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഈ ജെറിൻ പാലത്തിങ്കൽ അവിടെ കഴിയുന്നുണ്ട്. സ്റ്റാറ്റസ് കോ എന്നത് പറഞ്ഞുകൊണ്ട് കാനോനിക്കലായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടാണെങ്കിൽ ജോൺ തോട്ടുപുറച്ചനാണ് വികാരി അച്ഛൻ. ഈ ജെറിന്റെ പേര് കോടതിയിൽ കൊടുത്ത അന്യായത്തിലോ വാദിയോ പ്രതിയോ ഒന്നും പരാമർശിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതൊന്നും അല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇതല്ലല്ലോ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറഞ്ഞോ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം.
82 വയസ്സുള്ള അവിടെ വികാരിയായിട്ട് സഭ നിയമിച്ചിരുന്ന ജോൺ തോട്ടുപുറം അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിന് അദ്ദേഹത്തെ വികാരി അല്ലെന്ന് തന്നെ കരുതുക. കോടതി പറഞ്ഞത് ഫാദർ ജെറിന് അനുകൂലമാണെന്ന് തന്നെ കരുതുക വാദത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിലും 82 വയസ്സുള്ള ഒരു വൈദികൻ 100ഓളം പേർക്ക് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചവെപ്പ് കഴിഞ്ഞ് അനാഫറിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ഈ ഫാദർ ജെറിൻ നേതൃത്വം കൊടുത്ത് കുറെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്രോശിച്ച് ആ ഗുണ്ടകളെ കൊണ്ട് ഈ വൈദികനെ ആക്രമിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി വലിച്ചിടച്ച് ചങ്കിടത്തിലേക്ക് ചവിട്ടുക. എന്താ ഈ കാണണേ? ഇപ്പൊ പോലീസ് വന്ന് പള്ളി പൂട്ടിയാൽ നഷ്ടം ജനങ്ങൾക്കാണ്. അത് പോരല്ലോ. ഈ വൈദികനെയും അൽമായ മുന്നേറ്റക്കാരെയും സഭയിൽ നിന്ന് പെട്ടെന്ന് ഉടനടി പുറത്താക്കണം. താൻ ആരോട് കൽപ്പിക്കാൻ? ഞാൻ കർത്താവിന്റെ ആളാ. എൻ്റെ കൂടെ സഭ മുഴുവനുമുണ്ട്. ബൈബിള് പറയുന്നൊരു വചനമുണ്ട്, സഭാപ്രസംഗന്റെ പുസ്തകത്തിലോ മറ്റോ ആണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചേർത്ത് പിടിക്കാൻ ഒരു സമയം, അത് കഴിഞ്ഞിരിക്കുന്നു. ചർച്ച ചെയ്യാൻ ഒരു സമയം, അതും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അടിച്ചോടിക്കാനുള്ള സമയമാണ്, അത് വന്നു ചേർന്നിരിക്കുന്നു. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഓരോ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടാവുന്ന തരത്തിൽ രാഷ്ട്രീയം കളിക്കാനാണ് മെത്രാന്മാർ തുനിയുന്നതെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരുടെ ക്ഷമ കെട്ടുപോയി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ഏതാനും ചില മെത്രാന്മാർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല. ഇനി അങ്ങനെ ചെയ്താൽ ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യര്, വൈദികരും അൽമായരും കന്യാസ്ത്രീകളും വെറുതെ അടങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. സകല അതിർവരമ്പുകളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. മെത്രാന്മാരെ ഇത് ഭീഷണിയും താക്കീതൊന്നും അല്ല, ജനങ്ങളുടെ സ്വരമാണ്. ജനങ്ങളുടെ സ്വരം. ഞാനൊരു പ്രവാചകനായിട്ടൊന്നും അഭിനയിക്കൊന്നുമല്ല, പക്ഷെ ഇതാണ് ജനങ്ങളുടെ ഫീലിങ്സ്. അതുകൊണ്ട് കർത്താവിനോടും കർത്താവിൻ്റെ ജനത്തോടുമുള്ള നിങ്ങളുടെ കൂറും വിശ്വസ്തതയും തെളിയിക്കേണ്ട ഏറ്റവും സുപ്രധാന മണിക്കൂറാണ് ഇതെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.